സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടാ ഹിജ്റ പോയത്? മദീനയിലേക്കാണ് പോയത്, അല്ലേ? അന്ന് ഹിജ്റക്ക് പോകുമ്പോൾ സ്വന്തം വിരിപ്പിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു കിടത്തി. ശത്രുക്കളുടെ തെറ്റിദ്ധാരണ പരത്തും റസൂൽ അവിടെയുണ്ട്, നബി അവിടെയുണ്ട്, മുഹമ്മദ് അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും എങ്ങോട്ടാ യാത്ര തിരിച്ചത്? മദീനക്ക് പോകേണ്ട നേരെ എതിർ ദിശയിലേക്കാണ്. അതിനു മുമ്പേ മദീനയിലേക്ക് കുറേ പേര് പോയിട്ടുണ്ടല്ലോ. അവർക്കവിടെ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് എതിർപ്പുകളില്ലാതെ അവരുടെ ഇബാദത്തുകൾ നിർവഹിച്ച് വിശ്വാസം സ്വീകരിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ആ യസ്രിബിൻ്റെ മണ്ണിൽ, മദീനയുടെ മണ്ണിൽ അവർ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ മിക്കവാറും ഖുറൈശികൾ എന്താ വിചാരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മദീനയിലേക്ക് പോകും എന്ന്. പക്ഷെ പ്രവാചകൻ നേരെ മദീനയ്ക്ക് എതിർ ദിശയിലുള്ള ഭാഗത്തേക്കാണ് സഞ്ചരിച്ചത്. അവിടെയാണ് സൗർ ഗുഹയുള്ളത്. നിങ്ങൾ സൗർ ഗുഹ എവിടെയെന്ന് അന്വേഷിച്ചാൽ മദീനയിലേക്ക് പോകുന്ന വഴിയിലല്ല, അതിന് നേരെ എതിർ ദിശയിലാണ്. അങ്ങനെ ആയാലോ ശത്രുക്കൾ തെറ്റിദ്ധരിക്കും. പ്ലാനിങ് ആണ്, പദ്ധതിയാണ്. എന്നിട്ട് അവിടെ കുറച്ച് ദിവസം താമസിച്ചതിന് ശേഷമാകാം ഇവരുടെ അന്വേഷണമൊക്കെ ഒന്ന് തണുത്തതിന് ശേഷമാകാം മദീനയിലേക്ക് ഹിജ്റ. ഹിജ്റയെക്കുറിച്ച് പറയാനല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ എവിടെ തമ്പടിക്കണം, കൂടിയാലോചനകൾ ഉണ്ടായില്ലേ, അഭിപ്രായങ്ങൾ പലതും വന്നില്ലേ, ആ അഭിപ്രായങ്ങളിൽ സ്വീകാര്യമായതും യോജിച്ചു വന്നതും അവധാനതയുള്ളതും കൂട്ടായ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളതുമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലേ? എന്നതുപോലെ റമദാനിൽ നമുക്കൊരു നിയ്യത്തുണ്ടാകണം. ഈ റമദാൻ കഴിയുമ്പോൾ ഞാനെന്ന മനുഷ്യൻ നന്നാകണം, അല്ലേ? ഇപ്പം നിങ്ങൾ എന്നോട് പറയണതേ നീ ഒന്ന് നന്നാകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വിഷമം എനിക്കുണ്ടാകും, അല്ലേ? ഞാൻ നിങ്ങളോട് പറയുമ്പോഴും വ്യക്തിപരമായി പറയുമ്പോൾ ഓ എന്ന് ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ഇത് അള്ളാഹു ഒരു മനുഷ്യനെ 100% അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കാൻ പറ്റുന്ന ജീവിത സന്ദർഭങ്ങൾ ഒരുക്കി വെച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു റവാത്തിബ് നമസ്കാരത്തിന് അഥവാ സുബഹിയുടെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന 2 റക്അത്ത് നമസ്കാരം, അതിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നമസ്കരിക്കുന്ന മനുഷ്യന് ഈ ദുനിയാവിലുള്ളതിനേക്കാൾ, ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും വലിയ പ്രതിഫലം എന്ന് പറയുന്ന പ്രതിഫലം, അതിനേക്കാൾ വലിയ പ്രതിഫലമുണ്ട് ആ സമയത്ത് കിട്ടുക. മാത്രമല്ല അത് മദീനത്തുമ്പിൽ ഇജാബ, ഉത്തരം കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കണം, പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാലങ്ങളായി തേടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കൊതിക്കുന്നത് എൻ്റെ മക്കളിൽ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ ഇണയിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, അല്ലേ? മക്കളെ സംബന്ധിച്ച് ആ സ്വാരസ്യങ്ങൾ മനസ്സിലുള്ള ആ വാപ്പാക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമാറ് ആ വാപ്പയുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറ്റിയൊരു സമയവും സന്ദർഭവും പ്ലാനിങ് വേണം. ഈ റമദാൻ കഴിയുമ്പോൾ എൻ്റെ റബ്ബിൽ നിന്ന് ഞാനത് നേടിയെടുക്കും.